ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മൈ ലൈഫ് സക്സസ്. അപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഓരോരോ പരിപാടിയായിരുന്നു. കാരണം കുട്ടികൾക്ക് പഠിത്തമില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് വീട്ടിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ബിസി ആയിരുന്നു ടോട്ടലി. അപ്പോൾ ഇന്ന് ഞാൻ എങ്ങോട്ട് പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ എൻ്റെ വീഡിയോ എടുക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ വരുന്ന നവംബർ 19-ാം തീയതി എനിക്ക് ലൈസൻസിന് വേണ്ടിയിട്ട് പോവാൻ. എൻ്റെ ലേണേഴ്സ് കഴിഞ്ഞ് ലേണേഴ്സ് എക്സാം സെപ്റ്റംബർ 23-ാം തീയതി ആയിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് ഡേറ്റ് കിട്ടിയത് 8 എടുക്കാനായിട്ട് എനിക്ക് ഡേറ്റ് കിട്ടിയത് ആം, ഈ വരുന്ന നവംബർ 19-ാം തീയതിയാണ് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ 8 എടുക്കാനായിട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് നമ്മൾ 10 ഏക്കർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കൃപ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഗ്രൗണ്ട് വരുന്നത്. അപ്പം അവിടെ എൻ്റെ പൊന്നു ഗൈസ്, വഴി വളരെ വളരെ മോശമാണ്. അപ്പം ഞാനും എൻ്റെ കസിനും കൂടെയാണ് പോകുന്നത്. വഴി ഭയങ്കര മോശമായിട്ടാണ് കിടക്കുന്നത്. ഞാൻ ഈ ഇടുക്കി ജില്ലയിൽ ഇങ്ങനെ ഒരു റോഡ് കണ്ടിട്ടില്ല സത്യമായിട്ടും. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു റോഡ്. ഈ ഇടുക്കി ജില്ലയിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് ഏറ്റവും വലിയ മോശം എന്ന് കരുതിയിരുന്ന ഞാൻ, ഇപ്പം എനിക്ക് അയ്യപ്പൻകോവിൽ പഞ്ചായത്തിനെ കുറിച്ച് നല്ല അഭിമാനമുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ റോഡ് ഇവിടെ അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഞാൻ കുറച്ച് ഓടിച്ചു. അപ്പോൾ എനിക്ക് പറ്റില്ല. എനിക്ക് നന്നായിട്ട് വീഴും എന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ വണ്ടി അവന് കൈമാറി. അവനോട് പറഞ്ഞു, നീ ഓടിച്ചോ" എന്ന് പറഞ്ഞിട്ട് അവൻ്റെലേക്ക് കൈമാറി കേട്ടോ. അങ്ങനെ ഞാനും അവനും കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്പോട്ട് എത്തി കേട്ടോ. ഞാൻ ഈ ഇതിൽ വാ തോരാതെ പറയുന്നത് വഴീനെക്കുറിച്ചാണ്. വഴി മോശമാണ്. ഇവിടുത്തെ ആൾക്കാർക്കൊന്നും ഇതിൻ്റെ ആവശ്യമില്ലേ, നല്ലൊരു റോഡ് വേണമെന്ന് അവർക്ക് താല്പര്യമില്ലാഞ്ഞിട്ടായിരിക്കും ഇങ്ങനെ കിടക്കുന്നത്. 15 വർഷമായി ഇത് ചെയ്തിട്ട്. 15 വർഷത്തിന് മുന്നെയാണ് ടാർ ചെയ്തത്. അതിന് ശേഷം ഇവർ ചെയ്തിട്ടേ ഇല്ലെന്നാണ് പറഞ്ഞത്. ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ സ്പോട്ട് എത്തി. ഇതാണ് സ്പോട്ട്. ഇതാണ് ഗ്രൗണ്ട്. അപ്പം കൃപ ഡ്രൈവിംഗ് സ്കൂളിലാണ് ഞാൻ 8 എടുക്കാനായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത്. ലൈസൻസ് അവിടെ നിന്നാണ് എടുക്കുന്നത്. ഇവിടെ നിന്നല്ല ഞാൻ പഠിച്ചത്. ഞാൻ ഇവിടെ നിന്നല്ല പഠിച്ചതെന്ന് പറയുമ്പോൾ ഞാൻ പഠിച്ചിട്ടില്ല. നമുക്ക് സൈക്കിൾ ബാലൻസ് കുഞ്ഞിലെ മുതൽ ഉള്ളത് കൊണ്ട് നേരെ പോയി സ്കൂട്ടി എടുത്തു. നമ്മളങ്ങനെ ഓടിക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്കങ്ങനെ ലൈസൻസിന് വേണ്ടിയിട്ട് മാത്രം അപേക്ഷിച്ചാൽ മതിയായിരുന്നു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് എൻ്റെ വണ്ടിയിൽ അവർ എന്നോട് പറഞ്ഞു, മോളുടെ വണ്ടിയിൽ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എടുത്ത് നോക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ വണ്ടി ഓടിയുന്നുണ്ടെങ്കിൽ എടുത്തോളാൻ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടിയിൽ എടുത്ത് നോക്കിയത് നിങ്ങൾ കണ്ടല്ലോ. പറ്റിയില്ല കേട്ടോ. ഒട്ടും എനിക്ക് പറ്റുന്നില്ല. കാരണം ഒരു പ്രാവശ്യം എങ്ങാണ്ട് ജസ്റ്റ് ലക്കിലി ലക്ക് കിട്ടി വന്നു. പക്ഷെങ്കിൽ അത് വീഡിയോയ്ക്കകത്ത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അങ്ങനെ അവന് കിട്ടി കേട്ടോ, നന്നായിട്ട് കിട്ടി. അവന് ആദ്യത്തെ ഇതിന് ഒന്ന് കാല് കുത്തിയെങ്കിലും അവന് കിട്ടി. കാരണം നമ്മുടെ വണ്ടി അത്ര ഓടിയില്ല. അപ്പോൾ അവന് പറയുന്നുണ്ട്, നമ്മുടെ വണ്ടി ഓടിയില്ല ചേച്ചി, ചേച്ചി അതിൽ തന്നെ അവരുടെ വണ്ടിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്തോളാം. അപ്പം നമ്മൾ നേരത്തെ ചെന്നിരുന്നു. അവർ വണ്ടി അത് ആശാനും വേറെ ഡ്രൈവിംഗ് പഠിക്കുന്ന കുറച്ച് ചേച്ചിമാരും വരാനായിട്ട് താമസിച്ചു. അപ്പോൾ അവർ വരുന്നേ ഉള്ളൂ. അവരിപ്പോൾ വരും. അപ്പം ഞങ്ങൾ ജസ്റ്റ് ആ 8 എടുത്തതിൻ്റെ പുറകിൽ കൂടെ ഞങ്ങൾ ഒന്ന് ജസ്റ്റ് എടുത്ത് ആരോ ഇട്ടിരുന്നു. അപ്പം നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ. അങ്ങനെ ഞങ്ങൾ 8 എടുത്തൊക്കെ നോക്കി. പക്ഷെ വണ്ടി ഓടിയാത്തത് കൊണ്ട് ഞങ്ങൾ നിർത്തി. അതപ്പോൾ എൻ്റെ ഫ്ലോപ്പായി പോയി. കാരണം വെച്ചാൽ ഒരു പ്രാവശ്യം ലക്കിലി കിട്ടി, അല്ലാതെ ബാക്കിയെല്ലാം പോവായിരുന്നു. അങ്ങനെ അവന് പിന്നെയും എടുത്ത് നോക്കി. അതിന് ശേഷം നമ്മുടെ ആശാൻ വന്നു കേട്ടോ. ആവശ്യം വന്നപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നതാണ് നിങ്ങൾ കാണിക്കുന്നത്. ഞാൻ ആദ്യം അവൻ്റെയാണ് കാണിച്ചത്. ഞാനിപ്പോൾ എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടോണം, ഞാൻ ഫെയിലാവും. ഞാൻ വണ്ടിയിലോട്ട് കയറാൻ വേണ്ടി നിൽക്കുന്നതാണ്. അപ്പോൾ അവരുടെ വണ്ടിയിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ 4000 രൂപയാവും. നമ്മുടെ വണ്ടിയിൽ എടുക്കുന്നെങ്കിൽ 3000 രൂപ ആവുള്ളൂ. ലൈസൻസിന് വേണ്ടിയിട്ടുള്ള 3000 രൂപ ആവുള്ളൂ. അപ്പം നമ്മുടെ വണ്ടി എടുക്കുന്നെങ്കിൽ നമ്മൾ പീരുമേടിലാണ് ഞാൻ പോകുന്നത്. പീരുമേടാണ് എൻ്റെ എന്താ പറയുക, പീരുമേട്ടിലാണ് എൻ്റെ ലൈസൻസ്. അവിടെയാണ് ഞാൻ പോയി എടുക്കുന്നത്. അപ്പം നമ്മുടെ ആർ ടി ഒ അവിടെയാണ്. അപ്പോൾ ഞാൻ എടുക്കുന്നുണ്ട്. നിങ്ങൾ കണ്ട് കാണും. നിങ്ങൾ കാണുന്നില്ലേ? അയ്യോ! എനിക്ക് ഒരു രക്ഷയില്ല. ഏത് കമ്പിയുടെ അതിലെ കൂടെ പോകണോ ഇപ്പുറത്ത് കൂടെ പോകണോന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം എങ്ങാണ്ട് കിട്ടി. അങ്ങനെ ഞാൻ എടുത്തൊക്കെ നോക്കുന്നുണ്ട്. പറ്റുന്നില്ല. എന്നെക്കൊണ്ട് പറ്റത്തില്ലെടാ, നമുക്ക് മറ്റേ വണ്ടി തന്നെ പറ്റുള്ളൂ എന്നാ തോന്നുന്നതെന്ന്. പക്ഷേ ഞാൻ ആ വണ്ടി എടുത്ത് നോക്കിയിട്ടില്ലല്ലോ. ആശാൻ വന്ന് വണ്ടി എടുത്ത് കഴിഞ്ഞപ്പോൾ, എടുത്ത് തന്നപ്പോൾ ഞാനത് ട്രൈ ചെയ്തു. പക്ഷേ എനിക്ക് കയ്യിൽ നിൽക്കുന്നില്ലായിരുന്നു. കാരണം സ്പീഡായിരുന്നു ആ വണ്ടിക്ക്. അപ്പം ആശാൻ എന്നെ വഴക്ക് പറഞ്ഞു. എന്നെ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്, കുറച്ചുകൂടെ ശ്രദ്ധിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആശാൻ എന്നെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആശാൻ വന്നു കേട്ടോ. ആശാൻ്റെ കാറാണ്. ഇതാണ് എച്ച് എടുക്കാനായിട്ട് ഉള്ള കാറാണ്. ഇതിലാണ് പഠിപ്പിക്കുന്നത് ഡ്രൈവിങ്. കാർ ഓടിക്കാൻ പഠിക്കുന്നത് ഈ വണ്ടിയിലാട്ടോ. ഈ 800-ലാണ്. അപ്പോൾ അവർ പഠിത്തം കഴിഞ്ഞ് വന്ന് വേറെ ചേച്ചിമാരുണ്ടായിരുന്നു. അവർ കഴിഞ്ഞ് വന്നതാണിത്.
അങ്ങനെ ആശാൻ വണ്ടി എടുത്ത് തരുന്നുണ്ട്. ആദ്യം വേറെ ചേച്ചി കൊടുത്തു. അല്ല, എനിക്കാന്ന് തോന്നുന്നു. വേറെ ചേച്ചി കൊടുത്തു. ആ ചേച്ചി ഓടിച്ച് കാണിച്ചു തന്നു. അതിന് ശേഷം ഞാൻ വണ്ടി എടുത്തു. ഞാൻ ഓടിക്കുന്നതാണ് നിങ്ങളീ കാണുന്നത്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ആ വണ്ടി. കാരണം വെച്ചാൽ ഞാൻ അതുകൊണ്ടാണ് പിന്നെ കാല് കുത്തി കുത്തി എടുക്കുന്നത്. കാരണം അങ്ങനെയാണ് എല്ലാവരും എടുത്തത്. അപ്പം തുടക്കം മുതൽ തന്നെ എൻ്റെ കൂടെ ഇന്ന് ഞാൻ വന്ന് പ്രാക്ടീസ് ചെയ്ത് അന്ന് തന്നെ ജോയിൻ ചെയ്ത ചേച്ചിമാരുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് അപ്പോൾ ആശാൻ പറഞ്ഞു തന്നു കാല് കുത്തി കുത്തി പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് കാല് കയറ്റി വെച്ചിട്ട് കാലെടുത്ത് വെച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. അപ്പം നമുക്കൊരു ബാലൻസ് കിട്ടും, വണ്ടിയിലൊരു ബാലൻസ് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കി. ആദ്യം കാല് കുത്തി 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 പയ്യെ 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 ഒന്ന് ആയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. അതിന് ശേഷം ഞാൻ ചെയ്യുന്നുണ്ടല്ലേ, അത് എന്നാലും കാല് കുത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് ഡേ ഞാൻ പോകുന്നുണ്ട്. ഇപ്പം 4ാമത്തെ ദിവസമായി കേട്ടോ. 4ാമത്തെ ദിവസമായി ഇന്നത്തേയും കൂടെ കൂട്ടി. ഇപ്പം പക്ഷേ ഞാൻ ആ ഫസ്റ്റ് ഡേ തന്നെ ഞാനപ്പോൾ കാല് കുത്തി എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ലാസ്റ്റ് ടൈമായിട്ട് 6 മണി വരെയാണ്, 4:30 തൊട്ട് 6 മണി വരെയാണ് ടൈം. അപ്പോൾ 4:50 55 ആയി ആശാൻ വന്നപ്പോൾ. അത് കഴിഞ്ഞ് ഞാനിത് എടുത്ത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ അവരോട് പറഞ്ഞു ഞാൻ എന്തായാലും ഇതിലെടുത്തിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ 6 മണിയാകാൻ 10 മിനിറ്റ് ഉള്ളപ്പോഴത്തേക്ക് ഞാൻ എടുത്തു കേട്ടോ. 2, 3 തവണ ഞാൻ എടുത്തു. വീഡിയോ കവർ ചെയ്യാനായിട്ട് അവൻ ശ്രദ്ധിച്ചില്ല. അപ്പോഴത്തേക്ക് എൻ്റെ ഫോൺ സ്റ്റോറേജ് ഫുള്ളാണെന്ന് പറഞ്ഞ് അവൻ എന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാനത് എടുക്കാൻ പറ്റിയില്ല, അവനെടുക്കാനായിട്ട് പറ്റിയില്ല. അതിന് ശേഷം ആശാൻ പറഞ്ഞത് ശ്രദ്ധിച്ചോടിക്കുക, താൻ ശ്രദ്ധിച്ചോടിക്കാത്തതുകൊണ്ടാണ് തനിക്ക് കിട്ടാത്തതെന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞു. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ച് പയ്യെ എടുത്തു. ഫൈനലി എനിക്ക് കിട്ടി കേട്ടോ. 3 പ്രാവശ്യം ഞാൻ അല്ലാതെ എടുത്തു. അതിനുശേഷം നെക്സ്റ്റ് ഡേ വന്നു. ഞാനും ഇവൻ്റെ അതായത് പൊന്നുമാണ് എൻ്റെ കൂടെ വന്നത്. അവൻ്റെ അനിയനും ഞാനും കൂടെ വന്നു. നെക്സ്റ്റ് ഡേ ആണ് ഈ കാണുന്ന ഈ ദിവസം. അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ നേരത്തെ വന്നു, ആശാനൊക്കെ വന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എടാ നമുക്ക് ആ വഴി ഒന്ന് പോയി നോക്കാം, അവിടെ എൻ്റെ ടോപ്പിൽ എന്നെ ഒന്ന് നോക്കാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് വഴിയുള്ളൂ, വഴി അവിടെ കൂടെ അവസാനിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഗ്രൗണ്ടിന് കുറച്ച് അപ്പുറമായിട്ടുള്ള റോഡാണിത്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വന്ന ആ ടാറിങ് തീരുന്നിടം വരെ ചെന്നപ്പോഴത്തേക്കും നല്ല വ്യൂ ആയിരുന്നു അവിടെ. ഈ തേയിലത്തോട്ടവും പിന്നെ കുറച്ച് കൊന്നയും അങ്ങനെ കുറേ വീടൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ജസ്റ്റ് അവിടെ ഒന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ അതിലേ നമുക്ക് വാഗമണ്ണിന് പോകാമെന്നാണ് പറഞ്ഞത്. പിന്നെ കട്ട് റോഡായി, മറ്റേ പോക്കറ്റ് റോഡാണ്, പോകാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വന്നു. ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് വന്നു കഴിഞ്ഞ് അവനെ വണ്ടി കയറി നോക്കുന്നതാണ്. എന്നിട്ട് അവർ വന്നില്ലായിരുന്നേ, അവർ വന്നില്ലായിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് കയറി ഒന്ന് വണ്ടിയിലൊക്കെ കയറി ഇരുന്ന് നോക്കി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും 5 മിനിറ്റ് ഉള്ളപ്പോൾ 5 മണിയാവാൻ 5 മിനിറ്റ് ഉള്ളപ്പോൾ അവർ വന്നു. പിന്നെ ആശാൻ വന്നു കഴിഞ്ഞ് വണ്ടിയൊക്കെ എടുത്തു, ഞങ്ങൾ പോയി പ്രാക്ടീസ് ചെയ്തു. അതിന് ഞാൻ എടുക്കുന്നത് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഞാനിപ്പോൾ കാണിക്കാം എടുക്കുന്നത്. ഞാൻ ജസ്റ്റ് അപ്പുറത്തെങ്ങാണ്ട് വഴി ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു, അവിടെയൊക്കെ ഒന്ന് ചുമ്മാ നോക്കുമായിരുന്നു. വഴി വഴി ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ പറമ്പോ അങ്ങോട്ട് കപ്പ ഇടാനെങ്ങാണ്ട് കളച്ച് വെച്ചിട്ടുണ്ട് ആരും. അപ്പോൾ ഞാൻ കാണിക്കാം. അവസാനം ഫൈനലി ഞാൻ എടുത്തു ഗൈസ്, ഇതാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തു. ഇന്ന് അടുത്ത ദിവസം 2ാമത്തെ ദിവസമാണ്. എന്തായാലും എടുത്തു കേട്ടോ. എന്തോ ഒരു ഭാഗ്യം പോലെ കിട്ടി, എനിക്ക് എടുക്കാനായിട്ട് പറ്റി. അതിനുശേഷം പിന്നെ ഞങ്ങൾ ആ റോഡിൻ്റെ ശോചനീയാവസ്ഥ നിന്ന് കവർ ചെയ്ത് കേട്ടോ. ഇതാണ് റോഡ്. ഇത് നമ്മൾ പോകുന്ന ഒരു കുറച്ച് ഭാഗമുള്ളൂ, ബാക്കി താഴോട്ട് ഇതിലും ഭയാനകമായ റോഡ് മുമ്പോട്ട് കിടക്കുവാണ്. അതിലും വലിയ കുണ്ടും കുഴിയും നിറഞ്ഞ ഇതാണ്. ഒരുമാതിരി ക്വാറിയിൽ കല്ല് പൊട്ടിച്ചിട്ടേക്കുന്ന പോലെ. അപ്പോൾ ഒരമ്മയും കുഞ്ഞും നടന്നു വരുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത്. ഇവരൊക്കെ എങ്ങനെയാണോ ദൈവമേ ഒരു ഓട്ടോയൊക്കെ വിളിച്ച് ഒരു ആശുപത്രി കേസൊക്കെ വിളിച്ചാൽ വരുമോയെന്നൊക്കെ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ഇല്ല ഭയങ്കര വണ്ടിക്കൂലിയാന്നൊക്കെ പറഞ്ഞു. എന്നെ എന്തോ ഇപ്പം ആൾക്കാർക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മളെന്ത് ചെയ്യാനാ. ഒരാൾ മാത്രം അതെന്തോ എസ് ടി റോഡെന്ന് പറഞ്ഞ റോഡ് അനുവദിച്ചതാണ്. അപ്പോൾ ആൾക്കാർക്കത് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു റോഡ് വന്നാൽ അങ്ങനെ പേര് വരുന്നതുകൊണ്ട് വേണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് തിരക്കിയായിരുന്നു അതിനെക്കുറിച്ച്. അപ്പം വ്യക്തമായിട്ട് വിവരങ്ങൾ കിട്ടി. അപ്പോൾ എനിക്ക് തോന്നി പഞ്ചായത്തിൻ്റെ പ്രശ്നമല്ല എന്ന് തോന്നി. പഞ്ചായത്തുകാർ എസ്.ടി റോഡെന്ന് പറഞ്ഞിട്ട് അനുവദിച്ചിട്ടും അവർക്ക് ആ ഒരു പേരിൽ റോഡ് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടെങ്ങാണ്ടാണ്. ചിലരങ്ങനെ എതിർത്ത് നിൽക്കുന്നു, ചിലർക്ക് വേണമെന്നുണ്ട്, ചിലർക്ക് അതൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം ഈ വരുന്ന നവംബർ 19-ാം തീയതി എൻ്റെ ലൈസൻസാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഭയങ്കര കർശനമായ നിയമങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ ഈ വരുന്ന നവംബർ 19-ാം തീയതി ഞാൻ ഉറപ്പായിട്ടും
ഒന്നെങ്കിൽ ഞാൻ ഓടിക്കുന്നതിൻ്റെ ലൈവ് വിടുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്നതിൻ്റെ വിഷ്വലൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തെടുത്തിട്ട് നെക്സ്റ്റ് ഒരു വ്ളോഗായിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ എന്താ പറയുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഇനി അടുത്ത വീഡിയോ വരും, നമുക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.